ഹലോ, വെൽക്കം ബാക്ക് ടു എലൈന ആൻഡ് ജിയോ. ഇന്ന് നമ്മൾ ഡൽഹിയിൽ കഴിച്ചിട്ടുള്ള ഫുഡുകളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ കഴിച്ചത് ഒരു ലാംബ് ബിരിയാണിയായിരുന്നു. ബിരിയാണിയും ബിരിയാണിയുടെ കൂടെ വരുന്ന എല്ലാ കറികളുമാണ് ഇവിടെ കാണിക്കുന്നത്. അന്ന് നമ്മൾ ചപ്പാത്തിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മോമോസ് കഴിക്കാനാണ് പോയത്. ഇതാണ് മോമോസ് അല്ലേ? എന്ത് മൊമോസാ? ഇത് തന്തൂരി ചിക്കൻ. ഇത് അവര് മൊമോ ശരിക്കും അവര് കുത്തിയിട്ട് തന്തൂരി ആക്കി. മൊമോ തന്നെ. ഓക്കെ. നല്ലതാണോ? ഒപ്പം വിടും. ഇത് ഏത് രണ്ട് സോസ്? ഗ്രീൻ സോസും അറിയില്ല. ചട്നിയാണ് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ചാന്ദിനി ചൗക്കിലാണുള്ളത്. അവിടെ നിന്ന് നമ്മൾ റബ്ബറി, പിന്നെ മാംഗോ ലസ്സി, പിന്നെ മസാല ടീ, ഇതൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്തത്. ട്രൈ ചെയ്യാം നമുക്ക്. എന്ത് ചായ? ഇന്ന് നമ്മൾ പാനിപൂരി കഴിക്കാൻ പോവാണ്. അല്ല, പാനിപൂരിക്ക് ഡൽഹിയിൽ ഗോൾഗപ്പ എന്നാണ് പറയുന്നത്. ഇത് ജിയോന്റെ ഫേവറിറ്റാ. ഹൗ ഇസ് ഇറ്റ്? നിങ്ങൾ എടുത്തോട്ടോ. ആ, നല്ലതാണോ? ഇത് ശരിക്കും ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. എനിക്ക് കഴിക്കണമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല അതെന്താ, പക്ഷെ കേൾക്കണോണ്ട്. ഇതെന്താണ്? അതിൽ ടൊമാറ്റോ ഉണ്ടോ? നല്ലതാണോ? ഇതിൽ എന്തൊക്കെയുള്ളേ? പഫ്ഡ് റൈസ്, പീനട്ട്, ഈ സാധനമാണെന്ന് തോന്നുന്നു ബേൽ എന്ന് പറയണേ. ഈ പൊടി പൊടി പോലെ കാണണില്ലേ? നീ അവിടെ ചെന്ന് നിൽക്കടാ. ഇത് നമ്മൾ ആഗ്രയിലെ താജ്മഹൽ കണ്ടുവരുന്ന വഴി നമ്മുടെ ഡ്രൈവർ ചേട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ട് വാങ്ങിയിട്ടുള്ള ഒരു സ്വീറ്റാണ്. സംഭവം ഞങ്ങളത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര കളർഫുള്ളാണ്. ഒരുവിധം എല്ലാ കളറും അതിലുണ്ടായിരുന്നു. കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്വീറ്റാണ്. ഇതിനെ പേട്ട എന്നാണ് അവർ വിളിക്കുന്നത്. ഇതേതോ വെജിറ്റബിളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വീറ്റാണ്. വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ സ്വീറ്റ് വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നു പറയുന്നത് കേട്ടപ്പോഴാണ് ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്ന് നമ്മൾ ഡൽഹിയിലെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ്. ദേശി ബർഗറാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ ആ പാറ്റിയാണ് അവരവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ മോമോസും അടുത്തുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മോമോസും വാങ്ങി. ഇവിടുത്തെ മൊമോസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അവരത് നമുക്ക് വേണ്ട ചട്നിയും ഒക്കെ അവരതിൻ്റെ കൂടെ തരും. നമുക്ക് ചട്നി നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അവർ മയനൈസും നമുക്ക് തരും. ചിക്കൻ മൊമോസാണ് നമ്മൾ വാങ്ങിച്ചത്. നമുക്ക് ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു പ്ലേറ്റ് വാങ്ങി എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക. അതിൻ്റെ ഉള്ളു നോക്കട്ടെ എങ്ങനെയാണ്. ഓക്കെ, ആ, എങ്ങനെയുണ്ട് ദേശി ബർഗർ? അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഒരു മൈസൂർ മസാല ദോശ ഓർഡർ ചെയ്തത്. ആ ഒരു മസാല ദോശ ഉണ്ടാക്കുന്നതിനുള്ള ഒരുക്കാണ് ഇവിടെ ഈ കാണുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മസാല ദോശ കഴിച്ചിട്ടുണ്ടെങ്കിലും മൈസൂർ മസാല ദോശ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ദോശമാവ് ഒഴിച്ചു, എന്നിട്ടത് പരത്തി, എന്നിട്ട് അതിലേക്ക്
ഗീയാണോ ഓയിലാണോ എന്നറിയില്ല. ചേട്ടൻ നന്നായി കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ, ഇതതിൻ്റെ ഉള്ളിലിടുന്നതാണോ മൈസൂർ മസാല ദോശ? ചട്നി പോലെയാണത്, അറിയില്ല. ഇതില് പൊട്ടറ്റോ ഉണ്ടാവില്ലേ, ഇനി അതിന്റെ മുകളിലാവും ചിലപ്പോ പൊട്ടറ്റോ ഇടുക. രണ്ട് വീഡിയോ ആയിട്ട് എടുക്കണം കേട്ടോ. മൈസൂർ മസാല ദോശ. പനീറല്ലല്ലോ നമ്മൾ പറഞ്ഞു. എല്ലാം കിട്ടും അമ്മയ്ക്ക്. ഇതിൽ വേറെ മസാല ഇല്ലേ മോള്? അപ്പക്ക് വേണത് മൈസൂർ മസാല ദോശ. എനിക്ക് ഇതാണ് ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്ന ലഞ്ച്. ഞങ്ങൾക്കൊരു താളി കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് ടയേർഡായി കഴിഞ്ഞപ്പോൾ പുറത്തു പോയി കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞങ്ങളിത് ഹോട്ടലിലേക്ക് എന്താ ചെയ്തേ? സ്വിഗ്ഗി ആദ്യമായിട്ട് ഞങ്ങളിന്ന് യൂസ് ചെയ്തു. അങ്ങനെ ഞങ്ങളത് ഹോട്ടലിലേക്ക് വരുത്തിച്ചു. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ കുൽഫി കഴിക്കാൻ വന്നു. ഇതാണ് നമ്മൾ കുൽഫി ഫലൂഡ പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത്. എന്താവും ടേസ്റ്റിന് നമുക്കൊരു ഐഡിയ ഇല്ല. കുറച്ച് കുൽഫി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കുറച്ച് സേമി ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെ കഴിക്കണമെന്ന് പോലും നമുക്കറിയില്ല. അന്ന ഒന്ന് കഴിച്ചു നോക്കി. ടേസ്റ്റ് ഉണ്ടോ? ഇളക്കി കഴിക്കണോ? എനിക്ക് തോന്നുന്നു അതൊന്നും മെൽറ്റാവണം. ഇത് കണ്ടോ, നമ്മുടെ അവിടെ കിട്ടുന്ന സെയിം കുൽഫി, മാംഗോ കുൽഫിയാന്ന് തോന്നുന്നു. അതവർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് സേമിയ എടുത്തിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നമ്മളതൊന്ന് കുറച്ച് മെൽറ്റാവാൻ വെയിറ്റ് ചെയ്യും, എന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റും.